ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഡ്രോപ്സി എന്ന് പറയുന്ന അസുഖത്തെക്കുറിച്ചാണ്. ആ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ മീനുകൾ കാണിക്കുന്ന സിംറ്റംസ്, വരാനുള്ള കാരണങ്ങൾ, അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ്, പിന്നെ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. മീനുകൾ വളർത്തുന്ന പല ആൾക്കാർക്കും ഏതെങ്കിലും ഒരു വെറൈറ്റി മീനിന് ഈ ഒരു അസുഖം വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും. പല വെറൈറ്റി മീനുകൾക്കും ഈ ഒരു അസുഖം വരാറുണ്ട്. എങ്കിലും കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഗപ്പി, പ്ലാറ്റി, മോളി, ബീറ്റ ഫിഷ് തുടങ്ങിയ മീനുകൾക്കാണ്. ഈ ചിത്രത്തിൽ കാണുന്ന പോലെയാണ് ഗപ്പി, പ്ലാറ്റി, മോളി, ബീറ്റ ഫിഷുകൾക്ക് ഈ ഒരു അസുഖം വരുന്നത്. വയറ് ഇങ്ങനെ ഗ്യാസ് ഫില്ല് ചെയ്ത പോലെ വീർത്ത് വരും. എന്നിട്ട് ചെതുമ്പലുകളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കും. ഡ്രോപ്സി എന്ന് പറയുന്നത് കോമൺ ആയിട്ട് മീനുകളിൽ കണ്ടുവരുന്ന ഒരു അസുഖമാണ്. അപ്പോൾ ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. ഈ ഡ്രോപ്സി അസുഖം എന്ന് പറയുന്നത് മീനുകളുടെ ഇൻറ്റേർണൽ ഓർഗൻ ഫെയിൽ ആവുന്നതിൻ്റെ ഒരു സിംറ്റം ആയിട്ടാണ് പറയുന്നത്. ഈ ഒരു അസുഖം വരാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ കുറച്ച് കാരണങ്ങളുണ്ട്. അതായത് മോശം വാട്ടർ ക്വാളിറ്റി, അതുപോലെ തന്നെ സ്ട്രെസ്സ്, ഇത്തരം കാരണങ്ങൾ. അപ്പോൾ ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഇവർ കാണിക്കുന്ന സിംറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ ഞാൻ നേരത്തെ പറഞ്ഞു വയറ് വീർക്കുക എന്നുള്ളത്, പിന്നെ ചെതുമ്പലുകൾ ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുക, അതുപോലെ തന്നെ ഫുഡ് കഴിക്കുന്നത് വളരെ കുറവായിരിക്കും, പിന്നെ നല്ല ക്ഷീണം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇവരുടെ ഫിൻസ് ചില സമയങ്ങളിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച പോലെയൊക്കെ കാണാറുണ്ട്. പിന്നെ തീരെ ആക്റ്റീവ് അല്ലാതെ മാറി നിൽക്കുക, അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ബ്രീത് ചെയ്യുക മുകളിൽ വന്നിട്ട്. ഇതൊക്കെയാണ് പൊതുവേ കാണിക്കുന്ന സിംറ്റംസ്. ഇനി വരാനുള്ള കാരണങ്ങൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, വാട്ടർ ക്വാളിറ്റി ഇഷ്യൂസ്, അതായത് അമോണിയ, നൈട്രേറ്റ് ഇതിൻ്റെ സ്പൈക്ക്, അതുപോലെ തന്നെ സഡൻ ആയിട്ടുള്ള ടെമ്പറേച്ചർ ചേഞ്ചുകൾ, പിന്നെ സ്ട്രെസ്സ്, അതുപോലെ തന്നെ ഇവരുടെ ഇമ്മ്യൂണിറ്റി നല്ല രീതിയിൽ താഴ്ന്നു നിൽക്കുന്ന ഒരവസ്ഥ, പിന്നെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ മെയിൻ കാരണമായിട്ടുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷൻ. ഇതൊക്കെയാണ് ഈ ഒരു അസുഖം വരാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്. ഡ്രോപ്സിയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സീരിയസ് ആയി കഴിഞ്ഞാൽ മീനുകളെ സേവ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. തുടക്കത്തിൽ തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സേവ് ചെയ്യാൻ സാധിച്ചു എന്ന് വരും. വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ബീറ്റ ഫിഷ്, അതുപോലെ തന്നെ ഗപ്പി, പ്ലാറ്റി, മോളികൾക്കൊക്കെ ഈ അസുഖം വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് എനിക്ക് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ സാധാരണ ഉപ്പ് കാര്യങ്ങളൊക്കെയാണ് ആഡ് ചെയ്ത് കൊടുത്തത്. അന്ന് നമുക്കിത് ബാക്ടീരിയ ഇൻഫെക്ഷൻ ആണെന്നുള്ള കാര്യം അറിയുന്നുണ്ടായിരുന്നില്ല. ബാക്ടീരിയ ഇൻഫെക്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ മെത്തലിൻ ബ്ലൂ, ഉപ്പ് ഒന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. അതായത് ഉപ്പ്, മെത്തലിൻ ബ്ലൂ, മാലക്കൈറ്റ് ഗ്രീൻ ഒക്കെ ഈ പാരസൈറ്റിക് ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള വൈറ്റ് സ്പോട്ട്, വെൽവെറ്റ് ഡിസീസ്, അല്ലാന്നുണ്ടെങ്കിൽ ഫംഗസ്, ഇത്തരം അസുഖങ്ങൾക്കാണ് നമുക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റുക. ബാക്ടീരിയ ഇൻഫെക്ഷൻസിനെതിരെ ഇത്തരം സംഭവങ്ങളൊന്നും എഫക്റ്റീവ് അല്ല. അതിന് ആൻറ്റിബയോട്ടിക് തന്നെ യൂസ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഡ്രോപ്സി അസുഖം സീരിയസ് ആയിട്ട് ബാധിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ആൻറ്റിബയോട്ടിക് കൊടുത്താലും മീനുകളെ സേവ് ചെയ്യാൻ പറ്റുമെന്ന് യാതൊരു ഗ്യാരണ്ടി ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് തുടക്കത്തിലേ തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സേവ് ചെയ്യാൻ സാധിച്ചു എന്ന് വരും. ഇനി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ആൻറ്റിബയോട്ടിക് ആണ് യൂസ് ചെയ്യേണ്ടത്. അതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത്തരം അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും നമ്മളൊരു സെപ്പറേറ്റ് ഹോസ്പിറ്റൽ ടാങ്ക് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ടാങ്കിൽ വേണം ട്രീറ്റ് ചെയ്യാനായിട്ട് മീനുകളെ. അതിനകത്ത് നല്ല രീതിയിൽ എയറേഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കണം. പിന്നെ ആ ടാങ്കിലുള്ള വെള്ളത്തിൻ്റെ അളവ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതിനനുസരിച്ച് വേണം ആൻറ്റിബയോട്ടിക് അതിലേക്ക് ഡിസോൾവ് ചെയ്ത് കൊടുക്കാനായിട്ട്. കാരണം അങ്ങനെയാണ് ഡോസേജ് വരുന്നത്. ഇത്ര ലിറ്റർ വെള്ളത്തിലേക്ക് ഇത്ര ആൻറ്റിബയോട്ടിക് എന്നാണ്. അപ്പോൾ ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ മീനിനെ സെപ്പറേറ്റ് ട്രീറ്റ്മെൻറ്റ് ടാങ്കിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നേരത്തെ പറഞ്ഞതുപോലെ എയറേഷനൊക്കെ കൊടുത്ത് കുറച്ച് എപ്സം സാൾട്ട് അല്ലെങ്കിൽ മാഗ്നീഷ്യം സൾഫേറ്റ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. എന്തിനാണ് ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിൻ്റെ ശരീരം വീർത്ത് ശരീരത്തിനകത്ത് ഫ്ലൂയിഡ് ബിൽഡപ്പ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു എപ്സം സാൾട്ട് അല്ലെങ്കിൽ മാഗ്നീഷ്യം സൾഫേറ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മീനിൻ്റെ ശരീരത്തിൽ നിന്ന് ഈ എക്സസീവ് ആയിട്ടുള്ള ഫ്ലൂയിഡ് പുറത്തേക്ക് പോകുന്നതാണ് പറയുന്നത്. ഈ എപ്സം സാൾട്ട് നമുക്ക് ഷോപ്പിൽ നിന്ന് ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ മീനിനെ നമ്മൾ ആദ്യം ഈ ഒരു ഹോസ്പിറ്റൽ ടാങ്കിലേക്ക് മാറ്റിയതിന് ശേഷം എപ്സം സാൾട്ട് ആണ് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. 20 ലിറ്റർ വെള്ളത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ എന്ന അളവിലാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇത് സെപ്പറേറ്റ് ഒരു കണ്ടെയ്നറിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ടാങ്കിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഒരു 3 മുതൽ 5 ദിവസം വരെ മീനിനെ മോണിറ്റർ ചെയ്യാനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് ഈ ഒരു ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം ഇത്തരം അസുഖങ്ങളുടെ തുടക്കം സ്റ്റേജിലൊക്കെ ഈ സോൾട്ടിന് ചെറിയ രീതിയിൽ ഈ ബാക്ടീരിയയുടെ ഗ്രോത്തിനെ സ്റ്റോപ്പ് ചെയ്യാനുള്ള കഴിവുണ്ട്. അല്ലെങ്കിൽ അത് ഡെവലപ്പ് ആവുന്ന ആ ഒരു പ്രോസസ്സിനെ സ്ലോ ഡൗൺ ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ വളരെ ഏർലി സ്റ്റേജിലൊക്കെ ആണെങ്കിലാണ് ഇത് വർക്കാവുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ആൻറ്റിബയോട്ടിക് തന്നെ കൊടുക്കുന്നതാണ് നല്ലത്. ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ പല ആൾക്കാരും യൂസ് ചെയ്യുന്ന ആൻറ്റിബയോട്ടിക് ടെട്രാസൈക്ലിനാണ്. ടെട്രാസൈക്ലിനെ കുറിച്ച് മുമ്പ് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്പെസിഫിക് ആയിട്ട് ഈ ഒരു ഡ്രോപ്സി എന്ന് പറയുന്ന അസുഖത്തിന് ടെട്രാസൈക്ലിനേക്കാളും കൂടുതലായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് കനാമൈസിൻ എന്ന് പറയുന്ന ആൻറ്റിബയോട്ടിക് ആണ്. കനാമൈസിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ടെട്രാസൈക്ലിൻ കുറച്ച് പൊട്ടൻസി കുറഞ്ഞ ആൻറ്റിബയോട്ടിക് ആയിട്ടാണ് പറയുന്നത്. ഈ ഒരു അസുഖത്തിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക് കനാമൈസിൻ ആയിട്ടാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും ടെട്രാസൈക്ലിൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നുകിലും നിങ്ങൾക്ക് ടെട്രാസൈക്ലിൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കനാമൈസിൻ യൂസ് ചെയ്യാം. ഇത് ഫിഷ് മെഡിസിൻ ആയിട്ട് നിങ്ങൾ അക്വേറിയം ഷോപ്പിൽ നിന്നോ ഓൺലൈനിൽ നിന്നോ ആണ് വാങ്ങണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഫിഷ് ടാങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതെന്നുള്ളത് അതിനകത്ത് കൃത്യമായിട്ട് തന്നെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഡോസേജ് കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് നമ്മൾ ഫിഷ് ടാങ്കിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അല്ല നമ്മൾ ക്യാപ്സ്യൂളായിട്ടാണ് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ ടെട്രാസൈക്ലിൻ്റെ ഡോസേജ് ഞാനിവിടെ പറയാം. അതായത് 20 മുതൽ 25 ലിറ്റർ വെള്ളത്തിലേക്ക് 250 mgയുടെ ക്യാപ്സ്യൂളാണ് യൂസ് ചെയ്യേണ്ടത്. അത് ഓപ്പൺ ചെയ്ത് പൊടി വെള്ളത്തിലേക്ക് കലക്കിയതിന് ശേഷം നമ്മൾ ഫിഷ് ടാങ്കിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ നമ്മൾ ഡെയിലി ഫിഷ് ടാങ്കിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഒരു 3 മുതൽ 5 ദിവസം വരെയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ടത്.
ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിനകത്തുള്ള അമോണിയ കാര്യങ്ങളെല്ലാം ബിൽഡപ്പ് ആവുന്നുണ്ടോ എന്ന് നോക്കണം. അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളൊരു 20%, 10 മുതൽ 20% വെള്ളം ചേഞ്ച് ചെയ്തതിന് ശേഷം വേണം ഫ്രഷ് ഡോസ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. കാരണം ഓൾറെഡി മീൻ വീക്കായിരിക്കും. അതിൻ്റെ ഇടയിൽ പിന്നെ ഈ ഒരു വെള്ളത്തിനകത്ത് ഈ പറഞ്ഞ പോലെ അമോണിയ കാര്യങ്ങൾ, നൈട്രേറ്റും വേസ്റ്റും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് മീനുകൾക്ക് കൂടുതൽ സ്ട്രെസ് ഉണ്ടാക്കും. ഓൾറെഡി ആൻറ്റിബയോട്ടിക് എന്ന് പറയുന്നത് ചെറിയ രീതിയിൽ മീനുകൾക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് വെള്ളം മോശമാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 10-20% വെള്ളം മാറ്റിയിട്ട് ഫ്രഷ് വെള്ളം നിറച്ചതിന് ശേഷം വേണം പുതിയ ഡോസ് ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ടൈം എന്ന് പറയുന്നത്. ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു 30% വാട്ടർ ചേഞ്ച് കൊടുത്ത് റീഫില്ല് ചെയ്തിട്ട് പിന്നെ മീനിനെ ഒബ്സർവ് ചെയ്യാണ് വേണ്ടത്. മീനുകൾ ഫുഡ് കഴിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഫീഡ് ചെയ്യാം, കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് കോരി മാറ്റുന്നതാണ് നല്ലത്. അപ്പോൾ ഈ എപ്സം സാൾട്ടും അതുപോലെ തന്നെ ആൻറ്റിബയോട്ടിക്കും ചേർന്നുള്ള ഒരു കമ്പൈൻഡ് ട്രീറ്റ്മെൻ്റ് ആണ് ഈ ഡ്രോപ്സി അസുഖത്തിന് റെക്കമെൻഡ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ആൻറ്റിബയോട്ടിക്കിൻ്റെ ഡോസേജ് എന്ന് പറയുന്നത് ഈ ഒരു ഹോബിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ജനറൽ ഡോസേജ് ആണ്. അപ്പോൾ ഈ ഒരു അസുഖം വരാതിരിക്കാനായിട്ട് നമ്മൾ വാട്ടർ ക്വാളിറ്റി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക, വാട്ടർ പാരാമീറ്റേഴ്സ് സ്റ്റേബിൾ ആയിട്ട് കീപ്പ് ചെയ്യുക, ഓവർ ഫീഡ് ചെയ്യാതിരിക്കുക, അതുപോലെ മീനുകളെ എണ്ണത്തിൽ കൂടുതൽ ആഡ് ചെയ്യാതിരിക്കുക. പിന്നെ ചെയ്യേണ്ടത് റുട്ടീൻ വാട്ടർ ചേഞ്ച് ആണ്. നമ്മൾ അക്വേറിയത്തിൻ്റെ അടിഭാഗം ക്ലീൻ ചെയ്ത് ഒരു 25% വെള്ളം മാറ്റി കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള അസുഖങ്ങൾ വരാതിരിക്കാനായിട്ട് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാം.